ഹലോ മക്കളെ, ഇറ്റ്സ് മീ അവന്യ. അപ്പോൾ നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നമാണ് പഠിച്ച കാര്യം മറന്നു പോവുക എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളത് ഒരു എക്സ്ക്യൂസ് ആയിട്ടൊക്കെ പറയാറുണ്ട് അല്ലേ. എന്താ മിസ്സേ പഠിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പഠിച്ചിട്ട് മിസ്സേ മറന്നു പോയതാന്ന് പറയും അല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ മക്കളോട് കാര്യം പറയട്ടെ, ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലേ, നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കുന്ന കാര്യമാണ് ആക്റ്റീവ് റീകോൾ. എന്താ മക്കളെ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ? ഈ ആക്റ്റീവ് റീകോൾ നടക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സമ്മറൈസേഷൻ. അതായത് നമ്മൾ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ കേട്ടോ, ഏതൊരു സബ്ജക്റ്റിലും ഏതൊരു ചാപ്റ്ററും പഠിക്കുമ്പം ആ ചാപ്റ്ററിൽ ആകെ കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങളെ മൈൻഡിലേക്കൂടെ കടന്നു പോകണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ് ഒരു കാര്യം പറയാം, ഇംഗ്ലീഷ് അല്ലേ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം, ഇംഗ്ലീഷിൽ എന്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഒരു സ്റ്റോറിയാണേ സ്റ്റോറി, ഒരു പോമാണേ പോം, ഇതിൻ്റെ സമ്മറിയാണ് അല്ലേ. സമ്മറി പറഞ്ഞാൽ സിമ്പിൾ അല്ലേ. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിലും കാണും. ഇപ്പോൾ ഫോർ ബേസിക് സയൻസ് ആണെങ്കിൽ ഇന്നേ ചാപ്റ്ററിൽ ഇന്നേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ സമ്മറി അറിയാൻ പറ്റണം. ഓക്കെ മക്കളെ, രണ്ടാമത്തെ കാര്യമാണ് ടീച്ചിങ് അതേഴ്സ്. നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് നമുക്ക് മറവി ബുദ്ധിമുട്ടൊക്കെ തോന്നുക. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പം ഒരിക്കലും മറവി ഉണ്ടാവില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. നിങ്ങൾ ആരും വേണ്ട, നിങ്ങൾ ഒറ്റക്കാണെങ്കിലും നിങ്ങൾ മുന്നിൽ എന്ത് ചെയ്യുക, ഒന്ന് ടെക്സ്റ്റ് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ അറിയെങ്കിൽ ഇതിങ്ങനെയാണ് കേട്ടോ, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മുന്നിലൊരാളെ ടീച്ച് ചെയ്യുന്ന പോലെ, അതായത് നിങ്ങൾ ടീച്ച് ചെയ്യുന്ന പോലെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. അത് നിങ്ങളെ വാക്കുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും മറക്കൂല. 100% എന്താണ് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ, തേർഡാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അതായത് നമുക്കറിയാം, നമ്മൾ എങ്ങനെ പഠിച്ചാലും കുറേയൊക്കെ നമുക്ക് അറിവിന് വേണ്ടി പഠിക്കുന്നുണ്ടാവും. അറ്റ് ലാസ്റ്റ് നമ്മളൊരു പോയിന്റിലെത്തും. എങ്ങനെയാണ്? എക്സാം പോയിന്റിൽ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട പരിചയം വേണം, എവിടെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഇടുക, നിങ്ങൾ തന്നെ അതിന് ആൻസറും കണ്ടെത്തി നോക്കുക. ഇനി പിന്നെ എന്ത് ചെയ്യുക, വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് ആൻസർ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സ്വയം വിലയിരുത്തിയാണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഓക്കെ, ഞാൻ ഈ ഒരു പോർഷൻ പഠിച്ചിട്ടില്ല, ഒന്നുകൂടി എന്ത് ചെയ്യണം, എജുപോണിൻ്റെ വീഡിയോ ഒന്ന് കാണണം, ഒന്നുകൂടി പഠിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നോക്കിക്കോ, മൈൻഡ് മാപ്പിംഗ് ഫ്രം മെമ്മറി. അതായത് മക്കളെ, നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാം. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പ് വേണം. നിങ്ങൾ ഈ ആശയ ഭൂപടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഇപ്പം ഒരു ഫോട്ടോ സിന്തസിസ് ആണെങ്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ വേണം, ഏതൊക്കെ ഫാക്ടേഴ്സ് വേണം, എന്താണ് ഉപയോഗം, അങ്ങനെയുള്ള ഒരു ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ എപ്പം എന്ത് ചെയ്യണം, അത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, പിന്നെയാണ് റൈറ്റ് ഓർ സേ ദ ആൻസേഴ്സ് അലൗഡ്. അതായത് മക്കളെ, നമ്മളെ ഒന്നിക്കൽ ആൻസേഴ്സ് എന്ത് ചെയ്യുക, ഒന്നിക്കൽ എഴുതുക, ഒന്ന് പഠിച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ സൗണ്ടിൽ വായിക്കുക. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സുഖമായ പരിപാടിയാണ് മൗന വായന അല്ലേ. മൗന വായനയിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എവിടെയൊക്കെയോ മൈൻഡൊക്കെ പോകുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നുണ്ടാവും. മനുഷ്യന്മാരല്ലേ, നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് മിസ് പറയുന്നത്, അതൊന്നും പ്രശ്നമില്ല. മക്കളത് മാറ്റാൻ വേണ്ടി ഒരു വഴിയാണ് സൗണ്ടിൽ വായിക്കുക. കുറച്ച് സമയം സൗണ്ടിൽ വായിക്കുക. ഇനി കുറച്ച് സമയം എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ ഒന്ന് യൂട്യൂബിൽ എജുപോണിൻ്റെ ക്ലാസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ എജുപോണിൻ്റെ ആപ്പ് നിങ്ങൾക്കൊന്ന് കാണാം. അങ്ങനെ നമുക്ക് ആ ഒരു നമ്മൾ മെത്തേഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിൽക്കുക. മടുപ്പ് വരുമ്പോൾ മെത്തേഡ് മാറ്റിക്കൊണ്ടേ നിൽക്കുക. ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഒന്നിക്കൽ എന്ത് ചെയ്യുക, ആ ഒരു ആൻസർ പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ആൻസർ ഒന്ന് എഴുതി നോക്കുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു വഴിയാണ്. ഓക്കെ, അപ്പോൾ മിസ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എല്ലാം വർക്ക് ചെയ്യും എന്ന് മിസ് ഉറപ്പ് പറയുന്നില്ല, ബട്ട് ചിലതൊക്കെ എല്ലാവർക്കും വർക്ക് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ ടീച്ചിങ് ചെയ്യുന്നത്, അതായത് പഠിപ്പിച്ച് കൊടുക്കുന്ന കാര്യം വർക്ക് ചെയ്യും, ഉറപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് എക്സാമിൻ്റെ കാര്യമാണ് അല്ലേ. അതായത് ഡിസംബർ വരുമ്പോൾ എക്സാം വരും. നിങ്ങൾ ആലോചിച്ച് ഓണം എക്സാമിൽ നമ്മൾ 3 ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഡിസംബർ എക്സാമിൽ നമ്മൾ 6 ചാപ്റ്റർ പഠിച്ചിട്ട് എക്സാം എഴുതുന്നത്. അതിൻ്റെ കൂടെ കലോത്സവമുണ്ട്, കലാമേളകളുണ്ട്, ശാസ്ത്രമേളകളുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇതിലൊക്കെ പങ്കെടുത്താണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ. സിലബസ് വലുതാകുന്നുണ്ട്, നമ്മൾ ഭയങ്കര ബിസി ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പം മക്കൾ മനസ്സിലാക്കണ്ടേ, ഇതിൽ കൂടിയും ഞാൻ പഠിക്കും, ആരെന്ത്
എന്ത് വന്നാലും എനിക്ക് ഇതിലേക്ക് കൂടി മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇവിടെ മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിർബന്ധമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്ക്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വർക്കാവും, അത് നിങ്ങൾ ത്രൂ ഔട്ട് കൊണ്ടുപോയിക്കോളും. ഓക്കെ, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ടിപ്സൊക്കെ അല്ലേ യൂട്യൂബിലോട്ട് തരാൻ പറ്റും. നന്നായിട്ട് പഠിക്കണം, ഓരോ ചാപ്റ്റർ നല്ലോണം പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എജുപോർട്ടിൻ്റെ ഫസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ട്, ആ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി, എല്ലാം ഓക്കെ ആയിരിക്കും. ഇനി ഇത് കാണുന്ന 7th മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അപ്പർ പ്രൈമറി ക്ലാസ് 7th അല്ലേ, അതായത് അപ്പർ പ്രൈമറി ക്ലാസ്സിലെ ഏറ്റവും വലിയ ക്ലാസ്സാണ് 7th. ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന USS ഉണ്ട്. ഒരിക്കലും എന്താണ് USS നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടുള്ള മത്സരമല്ല USS. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബൗണ്ടറി വെക്കും, ഒരു മാർക്ക് ബൗണ്ടറി വെച്ചാൽ ആ ബൗണ്ടറി ആരൊക്കെ കടന്നോ അയാൾക്കൊക്കെ USS ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ എന്താ ഇവൻ ഇത്ര റാങ്ക് ഉണ്ട് അതുകൊണ്ട് എന്താ എൻ്റെ റാങ്ക് കുറഞ്ഞു, അപ്പം നിനക്ക് USS ഇല്ല എന്ന് ആരും പറയുന്നില്ല. ഒരു ബൗണ്ടറി വെക്കുന്നു, ആ ബൗണ്ടറിയിൽ ആരൊക്കെ കടന്നോ അയാൾക്കൊക്കെ USS. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ, കോമൺ ആയിട്ട് വെക്കുന്ന ബൗണ്ടറി ആണ്. മുന്നിലിരിക്കുന്ന ഒരുവൻ എന്താ ആ ഒരു USS എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തൂടെ. ഇത് ആദ്യമായിട്ട് ആരും ചെയ്യുന്ന കാര്യമല്ല. 7th കുട്ടികളോടാണ് മിസ്സിന് പറയാനുള്ളത്, ആദ്യമായിട്ട് ആരും ചെയ്ത് കാണിക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. ഇനി ആർക്കെങ്കിലും USS സെലക്ഷൻ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിയർ പാരൻസ് ഒരു കാര്യം ചെയ്യുക, ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ മക്കളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ടീച്ചറോട് വിളിച്ച് പറയും, മിസ് ഒന്ന് USS എഴുതിക്കോട്ടെ, ഒന്ന് എഴുതിച്ചോട്ടെ, ഒരു ചാൻസ് അല്ലേ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ USSന് വേണ്ടിയിട്ട് 49, വെറും 49, ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന പൈസക്കാണ് നമ്മൾ ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് നമ്മൾ വാങ്ങാൻ പോകുന്നത് അല്ലെ. വിദ്യാലയത്തിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞ ഫ്ലെക്സിൽ നിങ്ങളെ പേര് വരണം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾ ഏറ്റവും നല്ല തീരുമാനം. ഒരു 49 rupeesന് നമ്മൾ എജുപോണിൻ്റെ ക്ലാസ്സിൽ വന്നോളും. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വിത്ത് 49 മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ പോകുമ്പം കോഡും അതുപോലെ തന്നെ വിവിധ തരം ക്വസ്റ്റ്യൻസിലൂടെയും നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻസ് മുന്നിലൂടെ മാറി മറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതിൻ്റെ ആൻസർ 1 മിനിറ്റ് കൊണ്ട് ഒരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഷുവറാണ്, നിങ്ങൾ മിസ്സിൻ്റെ വാക്ക് ഓർത്ത് വെച്ചോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു 49 rupeesന് നമ്മൾ USS വാങ്ങാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ഒരു ലിങ്ക് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. USSൻ്റെ മിഷൻ USS ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഒരു വലിയ പ്രോസസ്സ് ഒന്നുമില്ല, ജസ്റ്റ് 49 rupees അയക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, എന്താ എജുപോർട്ടിൻ്റെ ക്ലാസ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം മിഷൻ USS ബാച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അവിടെ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടാവും. എല്ലാ ലൈവിലും പങ്കെടുക്കണം. ലൈവിന് പങ്കെടുക്കുന്നതിന് മുന്നേ മിസ് എപ്പം പറയുന്ന കാര്യമാണ്, നമ്മളെ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലൈവിൽ വരാൻ പാടുള്ളൂ. ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ടിപ്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും. ഇനി നല്ല കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് വേഗം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.